മാധവേട്ടാ. ആരപ്പത് വാമന കയറിയിരിക്കും. വാമനായിരിക്കും. മാധവേട്ടാ, എന്തൊക്കെയാ? സുഖം. സുഖല്ലേ? എന്താ മനോവിശേഷങ്ങള്? സുഖം. മാധവൻ എന്നെ മനസ്സിലായോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? നീ ഈ മുറ്റത്ത് കളിച്ചോളന്നാണല്ലോടാ. മാധവേട്ടാ, എന്താ കയ്യിന് പറ്റിയ? കൈൻ്റെ ഒന്നും പറയണ്ടോ. മാധവോ. മമ്മദാ. മാധവോ. വാ കേറിക്കോ. എന്താപ്പാന്റെ ഭർത്താനൊക്കെ കയ്യിനൊക്കെ എങ്ങനെയുണ്ട്? ഇത് കുഴപ്പമില്ല, സുഖമായി വരുന്നത്. അത് പാല വേറെ ആള് മനസ്സിലായില്ലേ? ഓനെ പിന്നെ മനസ്സിലാകാതെ. അല്ല, എന്നെപ്പറ്റി വന്നു? ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. ഞാൻ നബിദിനായിട്ടേ കുട്ടികളെ പരിപാടി കാണണമെന്ന് കുട്ടികൾക്ക് ഒരേ നിർബന്ധം. അപ്പൊ പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ പരിപാടി കാണുവായി. അതേതായാലും നന്നായിക്കണ്. അല്ല, ഇജിപ്പോ ദുബായിലല്ലേ? ഇല്ല, ഞാൻ ജിദ്ദയില്. ജിദ്ദയിലാ? മാധവേട്ടാ, ഞാൻ വന്നതേ ഇത് കുറച്ച് പലഹാരം. എന്താ മോനെ? നബിദിനൊക്കെ അല്ലേ, അപ്പൊ ഉമ്മ കുറച്ച് പലഹാരം തന്ന. പിന്നെ മാധവേട്ടന് എന്റെ വകര് ഓണക്കൂടി. എന്തിനാ മോനെ ഇതൊക്കെ? ഈ പ്രായത്തിനാണല്ലോ ഇപ്പം ഇവിടെ പോവാനാ. മാധവേട്ടാ, എൻ്റെ ചെറുപ്പത്തിൽ അവിടെയായിരുന്നു ഞങ്ങളുടെ കുടിയില്. ഈ മുറ്റത്തായിരുന്നു ഞങ്ങൾ കളിച്ചു വന്നത്. ഉമ്മ എപ്പോഴും പറയും, നബിദിനൊക്കെ വന്ന എൻ്റെ ഉപ്പാൻ്റെ കയ്യിൽ ഒരു പൈസ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ എടുത്തു തന്നിരുന്നത് ഈ മാധവേട്ടനായിരുന്നു. കുട്ടിയെ, എനിക്കൊരു കാര്യം അറിയോ? ഞമ്മളാ പള്ളിന്റെ അവിടെ ഉണ്ടല്ലോ ഇപ്പൊ ഒരു ജ്വല്ലറി വെക്കണം. അവിടെ ഈ മാധവേട്ടന് ഒരു ചായപ്പീടി ഉണ്ടായിരുന്നു. നബിദിനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പൂമാരി ലൈറ്റൊക്കെ ഇട്ടുണ്ട് അലങ്കേറ്റി എന്ത് ചൊറുക്കേനി അതൊക്കെ കാണാന്. മാത്രല്ല, ആ മദ്രസയിലെ കുട്ടിയാക്കിലെ മുട്ടായി പായസമൊക്കെ മാധവന്റെ വക. കുട്ടിയാക്കൊക്കെ അതൊരു ഭയങ്കര തൃപ്പതിയാ മാധവേട്ടന്റെ പായസം. അങ്ങനെയൊക്കെ ഒരു കാലം. അതൊക്കെ ഓന്റെ അളവിൽ കഴിഞ്ഞു പോയതാ. ഞാൻ വർത്താനത്തിനിടെ മറന്ന് പായസം എടുക്കട്ടെ. അടുത്തോ. നല്ല മഴ ഓണായിട്ട്. പറയാണ്ടത് അത്തം വെളുത്തപ്പളെ എനിക്ക് ഉറപ്പാണ് അത് ഓണം കളക്കും. ഓണം വന്നാല് മാധവന്റെ ഓടുന്ന ഒരു ക്ലാസ് പായസം കിട്ടിയില്ലേ ഇച്ചൊരു തഞ്ചക്കേടാണ്. ഓണത്തിന്റെ പായസം, നബിദിനത്തിന്റെ പലഹാരം, അതേതാ ഉസാറായിക്കണ്. അല്ലാ, ഇതൊത്ത് കുടി. കഴിക്കും. അല്ല മാധവ, എന്താ എന്റെ അടുത്ത പരിപാടി? ഓണത്തിന് വല്ല സദ്യ ഉണ്ടാക്കിയിരിക്കണം ഇവിടെ? ആർക്കാ മമ്മദേ? ഞാൻ ഒറ്റയ്ക്ക് എന്തുണ്ടാക്കാനാ? അതറിയാൻ തന്നെയാ ഇപ്പൊ ഞാൻ വന്നിക്കണേ. അതന്നെയാണ് എനിക്ക് കേൾക്കേണ്ടത്. പിന്നെ ഇന്ന് ഓണം മാത്രല്ല, നബിദിനം കൂടിയാണ്. പള്ളിക്കന്ന് നല്ല നെയ്ച്ചോറ് ഇറച്ചിയും കിട്ടിക്കണം. ഞമ്മക്ക് രണ്ടാക്കും പോയിട്ട് നല്ലൊരു പുറത്താണ് കുടിച്ച. അപ്പൊ നമ്മക്ക് ഓണം നബിദിനം കൂടി കുട്ടികൾ അറിയുമ്പോൾ അടിച്ചാണ് പൊളിച്ച. എന്തേ? ഞാനിപ്പോ മാധവേട്ടനെ വീട്ടിൽ കൊണ്ടുപോകാൻ വിചാരിച്ചു വന്നായിരുന്നു. അത് നടക്കൂല. ഇക്കുറി ഓണോ നബിദിനോ ഒപ്പാ വന്നിക്കണത്. ഇത് ഞങ്ങൾക്ക് വലിയൊരുന്നാളും വെള്ളിയാഴ്ച വന്ന മാതിരിയാണ്. എന്തേ മാധവ? പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. പോരെ? അല്ല, എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ട്. ആഘോഷങ്ങൾ നമ്മളെ വേർതിരിക്കാൻ വേണ്ടിയുള്ളതല്ല, പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കാനാണ്. ഓണം ഒരു വീട്ടിൽ വന്നാലും നബിദിനം മറ്റൊരു വീട്ടിൽ വന്നാലും സന്തോഷം പങ്കിട്ടാൽ അത് എല്ലാവരുടെയും ആഘോഷമാണ്.